കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ദൈവം നമ്മെ നടത്തി. എല്ലാറ്റിനായും ചേർന്ന് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യും. വളരെ വളരെ പരിചയമായ 34-ാം സങ്കീർത്തനത്തിലേക്കാണ് ഇന്ന് പകലും നമ്മുടെ ചിന്ത കൊണ്ടുവരുവാൻ ഇടയായി തീർന്നത്. 23-ാം സങ്കീർത്തനം കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉരുവിടുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം. ഇതിൻ്റെ പശ്ചാത്തലമൊക്കെ നമുക്ക് നന്നായി അറിയാം. അതിനോട് ചേർന്ന ഒരു പാട്ടും കൂടാണ് പ്രിയ കുഞ്ഞുങ്ങൾ പാടാനും ഇടയായത്. ഹല്ലേലൂയ. ദാവീദ് അക്കീഷിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ അബീമേലെക്കിൻ്റെ മുമ്പിൽ സഹായത്തിനായി കടന്നു ചെന്ന് അവിടുന്ന് രക്ഷപ്പെടുവാൻ കഴിയാതെ അവരവനെ തിരിച്ചറിഞ്ഞ് ആ ഭാഗം വിശദീകരിക്കുന്നില്ല. വലിയൊരു പ്രതിസന്ധിക്കകത്ത് താനൊരു ബുദ്ധിഭ്രമമൊക്കെ നടിച്ച് രക്ഷപ്പെടും. ഇന്ന് പകൽ നമ്മൾ പാടിയതുപോലെ അകത്തും പുറത്തും പീഡനങ്ങൾ വരുമ്പോഴും നമ്മെ രക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്ഥാനം, എല്ലാ വഴികളും അടയുമ്പോഴും ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേലുണ്ടല്ലോ. ഓർത്ത് ദൈവത്തിന് സ്തോത്രം. അങ്ങനൊരു സാഹചര്യത്തിൽ രക്ഷപ്പെട്ട ദാവീദ് നന്ദി പറഞ്ഞുകൊണ്ട്, എന്നാൽ കേവലം അതിനുവേണ്ടി ഒരു സ്തോത്രങ്ങൾ ആരാധന അർപ്പിക്കുക എന്നതിനപ്പുറത്ത് ജീവിതത്തെ നന്നായി വിലയിരുത്തി മനസ്സിലാക്കി ദൈവസ്ഥനിൽ പാടിയ ഒരു പാട്ടാണ് 34-ാമത്തെ സങ്കീർത്തനം. ചില യാഥാർത്ഥ്യങ്ങളും കൂടെ ഇതിനകത്ത് താൻ പറയുന്നുണ്ട്. നമുക്കറിയാം, നീതിമാന്മാരുടെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്. നീതിമാൻ ആണ് എന്ന കാരണത്താൽ അനർത്ഥങ്ങൾ വരാതിരിക്കില്ല, പ്രതിസന്ധികൾ വരാതിരിക്കയില്ല. ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുന്നിടത്തോളം കാലം അനർത്ഥങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ തലയ്ക്ക് മീതെ കടന്നു വരാം. എന്നാൽ അതിൻ്റെ എല്ലാം മധ്യത്തിൽ നമ്മെ സൂക്ഷിക്കാനും വഴി നടത്താനും കഴിയുന്ന ഒരു ദൈവമുണ്ട്. നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്. അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടിവിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സൂക്ഷിപ്പുകളും കരുതലുകളെക്കുറിച്ചൊക്കെയുള്ള വളരെ ക്രിയാത്മകമായി നമുക്കൊക്കെ വളരെ ബലം നൽകുന്ന, ധൈര്യം നൽകുന്ന ഒരു സങ്കീർത്തനം. ഇതിലെ ചില വാക്യങ്ങൾ നമ്മൾ വളരെ കാണാതെ പഠിച്ച് ഉരുവിടുന്ന ചില വാക്കുകളാണ്. പ്രത്യേകിച്ച് അതിൻ്റെ 5-ാമത്തെ വാക്യം എല്ലാവർക്കും അറിയാം. ചേർന്നൊന്ന് പറയാം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകത്തില്ല. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയും തകർന്നു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. പ്രതിസന്ധിയില്ലെന്നല്ല, പ്രതികൂലങ്ങൾ ഇല്ലെന്നല്ല, എല്ലാറ്റിനായും ആമേൻ ഈ പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്നാൽ അതിൻ്റെ എല്ലാം മധ്യത്തിൽ ദൈവത്തിന് ശ്രേഷ്ഠകരമായൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് ഹല്ലേലൂയ നമ്മുടെ പദ്ധതി, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ 60, 70, 80 വർഷത്തെ ഈ ലോക ജീവിതത്തിൽ ബാക്കി നമുക്കുള്ള എത്ര ആയുസ്സുണ്ടോ അതിനെ ചുറ്റിപ്പറ്റിയുള്ളതാണ് നമ്മുടെ ആഗ്രഹങ്ങളും. എന്നാൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതികൾ കോടാനുകോടി യുഗങ്ങൾ അവനോട് ഒരുമിച്ചുള്ള ആ വാസത്തിന് നമ്മെ യോഗ്യരാക്കി മാറ്റുകയും അതിനായി നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന നിത്യതയുടെ ദർശനത്തിലാണ്, നിത്യതയുടെ കാഴ്ചപ്പാടിലാണ്. അതുകൊണ്ട് ഇന്ന് പകൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ ലജ്ജിതരായി തീരാൻ ദൈവം അനുവദിക്കുകയില്ല. അടുത്ത വാക്യങ്ങൾ നമുക്കറിയാം. ഈ എളിയവൻ നിലവിളിച്ചു, സകല കഷ്ടങ്ങളിൽ നിന്നും സകല ഭയങ്ങൾ. 2 വാക്യം ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്, ഈ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. നിലവിളിക്കുന്നവൻ്റെ സകല ഭയങ്ങളിൽ നിന്നും ദൈവം വിടുവിക്കും. ഇന്ന് പകൽ ആ വിടുതൽ ആവശ്യമുള്ളവരൊന്ന് സ്തോത്രം ചെയ്ത്, കഷ്ടതയിൽ നിന്ന് മാത്രമല്ല, നമ്മെ ഭയപ്പെടുത്തുന്ന ചില മേഖലകൾക്കകത്ത് ഇന്ന് പകൽ ജയം നൽകുന്നൊരു കർത്താവുണ്ട്. ഒരു നിമിഷം അതിനായി ഒന്ന് സ്തോത്രം ചെയ്താട്ട് ആത്മാവിൽ അതിനെ ഒന്ന് ആ വചനം ഏറ്റെടുത്തൊന്ന് നന്ദി പറഞ്ഞ് ആ വചനം ഇന്ന് പകൽ ഡിക്ലെയർ ചെയ്തൊന്ന് സ്തോത്രം ചെയ്ത് ആ റബ ശിഖാന റബധുനഗജന അർത്ഥനെ ദിഗച്ച റബബലഗദന. ഇന്ന് പകൽ നിലവിളിക്കുന്നവൻ്റെ ജീവിതത്തിൻ്റെ സകല ഭയങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു നല്ല ദൈവമുണ്ട്. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയും. ഇങ്ങനെ ഒത്തിരി 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 നമ്മുടെ മനസ്സിനെ ധൈര്യപ്പെടുത്തുന്ന വാക്യങ്ങൾ, വചനങ്ങളാണ് ഈ സങ്കീർത്തനത്തിലുള്ളത്. ആ നല്ല അനുഗ്രഹീതമായ സങ്കീർത്തനത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. അതൊന്നും ഞാൻ ഇന്ന് പകൽ ഇവിടെ വീണ്ടും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മുൻപേ ഓർപ്പിച്ച 34-ാം സങ്കീർത്തനം വളരെ പരിചിതമാണ്. നമ്മെ നടത്തുന്ന ഒരു ദൈവമുണ്ട്,
നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ, ആമേൻ. എല്ലാ ദൈവ കരുതലുകൾക്കായും ഇതുവരെ അനുഭവിച്ചിട്ടുള്ള എല്ലാ ദൈവിക അനുഗ്രഹങ്ങളെ ഓർത്ത് ഈ ആരാധന ഒരിക്കൽ കൂടെ ഹൃദയപൂർവ്വം ദൈവത്തിന് നന്ദി പറയാം. അതിലെല്ലാം ഉപരി 22-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു. യഹോവ തൻ്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു. നമ്മുടെ ആത്മാവിനെ അവൻ വീണ്ടെടുത്തു. ഹല്ലേലൂയ. അതാണ് ഒരു ദൈവവൈതലിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. തൻ്റെ ദാസന്മാരുടെ പ്രാണനെ അവൻ വീണ്ടുകൊള്ളുന്നു. അടുത്ത വാക്യം, അവനെ ശരണമാക്കിയവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. ആമേൻ. അത് ഹല്ലേലൂയ, എത്ര ശ്രേഷ്ഠകരമായൊരു വാക്യമാണ്, എത്ര അനുഗ്രഹീതമായൊരു പ്രസ്താവനയാണ് അത്. പൗലോസ് മറ്റൊരു ഭാഷയിൽ അത് വിളിച്ചു പറയുന്നു, ക്രിസ്തുയേശു ഉള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. അവനെ ശരണമാക്കിയവർ ആരും ശിക്ഷ അനുഭവിക്കുകയില്ല. കാരണം അവൻ അവരുടെ പ്രാണനെ വീണ്ടെടുത്തിരിക്കുന്നു. ഇന്ന് പകലിൽ ദൈവത്തെ സ്തുതിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തുതിക്കണം. കരുതിയ കരുതലുകൾക്കായി ദൈവത്തിന് നന്ദി പറയണം. ദൈവിക സംരക്ഷണങ്ങൾക്ക് നന്ദി പറയണം. ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയണം. എന്നാൽ അതിലെല്ലാം ഉപരി നമ്മുടെ പ്രാണനെ അവൻ വീണ്ടെടുത്ത് ശിക്ഷകളിൽ നിന്ന്, നിത്യശിക്ഷയിൽ നിന്ന് അവൻ നമ്മെ വീണ്ടെടുത്തതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത. ഓർത്ത് ചേർന്ന് ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദി പറയാം. ആ കരുതലുകളും നടത്തിപ്പുകളെക്കുറിച്ചുള്ള വചനങ്ങൾ നിങ്ങൾ വായിച്ച് ബലപ്പെടുക. ഒരു വാക്യത്തിലേക്ക് ഒരു ഭാഗത്തേക്ക് മാത്രം ഇന്ന് പകൽ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. അത് 12-ാമത്തെ വാക്യവും 13-ാമത്തെ വാക്യവുമാണ്. 34-ാം സങ്കീർത്തനത്തിൻ്റെ 12ഉം 13ഉം വാക്യങ്ങൾ ഒന്ന് വായിച്ച്. ഈ വാക്യം നമുക്കൊത്തിരി പരിചയമുള്ള വാക്യം തന്നെയാണ്. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യുന്നവനാണ്. ജീവിതത്തിൽ ദൈവപ്രവൃത്തി ആഗ്രഹിക്കുന്നവർ, ദീർഘായുസോടിരുന്ന് ദൈവ നന്മകൾ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ, അവർക്ക് കൊടുക്കുന്ന ഒരു പ്രബോധനമാണ് ദോഷം ചെയ്യാതെ നിന്റെ നാവിനെ, മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാതെ നാവിനെ സൂക്ഷിക്കണം. വ്യാജം പറയാതെ, തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ വ്യാജമായി പറയാതെ അധരത്തെ കാത്തുകൊള്ളണം. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യണം. സമാധാനം അന്വേഷിച്ച് പിന്തുടരണം. എവിടെയാണ് സമാധാനം, എവിടെയാണ് സന്തോഷം, അതിനെ അന്വേഷിച്ച് കണ്ടെത്തണം. ഒരു പദം മാത്രം എടുക്കുകയാണ്. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന്. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ നന്മ ആഗ്രഹിക്കുന്നവരാണ്, നല്ല ജീവിതം ആഗ്രഹിക്കുന്നവരാണ്, നിത്യത ആഗ്രഹിക്കുന്നവരാണ്. ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഭൗതിക നന്മകളും അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ ആഗ്രഹങ്ങളെയൊക്കെ സാധിപ്പിക്കുന്ന, കൂടിയിരിക്കുന്ന ഒരു ദൈവമുണ്ട്. വചനം തന്നെ പറയുന്നു, തൻ്റെ ഭക്തന്മാരുടെ ഹൃദയത്തിലെ താല്പര്യമൊക്കെയും അവൻ സാധിപ്പിക്കുന്ന ദൈവമാണ്, നിവർത്തീകരിക്കുന്ന ദൈവം. ഇവിടെ സംഘത്തിനക്കാരൻ ചോദിക്കുന്നത്, ജീവനെ ആഗ്രഹിക്കുന്നവർ ആരാണ്? ഹല്ലേലൂയ. അവർക്കുള്ള ആ ദൂതുകൾ ഞാൻ വിടുകയാണ്. അതല്ല എൻ്റെ സന്ദേശം. പുതിയ നിയമത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരികയാണ്. ഒരു വാക്യം ഒന്ന് വായിച്ച് അതിനോട് ചേർന്ന് നമുക്കൊന്ന് രണ്ട് കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് വാക്കുകൾ ചുരുക്കാം. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 39-ാമത്തെ വാക്യം. മറ്റൊരാൾ മർക്കോസ് സുവിശേഷം 8:35. മർക്കോസ് 8:35, മത്തായി തന്നെ 16:25 ഉണ്ട്. ലൂക്കോസ് 9:24. ലൂക്കോസ് 9:24. ലൂക്കോസ് 9:24 അത്? ഓക്കെ, എന്നാൽ ലൂക്കോസ് 14:26. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ. ഓക്കെ, ഞാൻ ആ പറഞ്ഞ റെഫറൻസുകൾ അങ്ങ് പറയാം. നിങ്ങൾ എഴുതുന്നവരുണ്ടെങ്കിൽ എഴുതുക, പിന്നീട് അത് വായിച്ചു. കാരണം എല്ലാം നമുക്ക് സമയ ചുരുക്കത്തിൽ വായിക്കാൻ കഴിയും. മത്തായി സുവിശേഷത്തിൽ 10:39, 16:25,
29. മത്തായി സുവിശേഷത്തിൽ 10:39, 16:25, 19:29. മർക്കോസ് സുവിശേഷത്തിൽ 8:35, 8:35. ലൂക്കോസ് സുവിശേഷത്തിൽ 9:24, 14:26, 17:33. നോക്കിയേ, ഒരു 3 സുവിശേഷങ്ങളിലായി ഏകദേശം 10ഓളം റെഫറൻസുകളിൽ കർത്താവ് പറഞ്ഞ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് സുവിശേഷകന്മാർ പറയുകയാണ്. അല്ലെങ്കിൽ കർത്താവ് പല സന്ദർഭങ്ങളിൽ ആ കാര്യം പറഞ്ഞു. കർത്താവ് അവരെ ഊന്നി ഒന്നുകൂടെ നിങ്ങൾ വിശദമായി പഠിച്ച 10 കുറച്ചും കൂടെ റെഫറൻസുകളുണ്ട്. ഞാൻ എഴുതി കിട്ട റെഫറൻസ് മാത്രമാണ് പറഞ്ഞത്. ഇതുകൂടാതെ യോഹന്നാൻ സുവിശേഷത്തിലേക്ക് വരുന്ന ആ വാക്യം പിന്നീട് നമ്മൾ വായിക്കും. ഓക്കെ, ഇവിടെ എല്ലാം കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു പുതിയ നിയമ അടിസ്ഥാനപരമായ കാര്യം കർത്താവ് പറഞ്ഞല്ലോ. സുവിശേഷങ്ങളിൽ തന്നെ പല പ്രാവശ്യം കർത്താവ് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യമാണ്, ആരെങ്കിലും ജീവനെ നേടാൻ ആഗ്രഹിച്ചാൽ അതിനെ കളയും. സംഘത്തിൻ്റെ വാക്യം മറക്കരുത്. ആരാണ് ജീവനെ നേടാൻ ആഗ്രഹിക്കുന്നവർ? ജീവനെ നേടാൻ ആഗ്രഹിക്കുന്നവരോട് പുതിയ നിയമം കൊടുക്കുന്ന ഒരു മറുപടി, യേശു കർത്താവ് കൊടുത്ത മറുപടി, ജീവനെ നേടാൻ ആരെങ്കിലും ശ്രമിച്ചാൽ നിങ്ങൾ കളയും. ജീവനെ കളയാൻ നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾ ജീവനെ നേടും. പല വാക്യങ്ങളിൽ പല പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു വാക്യത്തിൽ പറയുന്നത് ജീവനെ രക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങളതിനെ കളയും. ആരെങ്കിലും ജീവനെ കളഞ്ഞാൽ നിങ്ങൾ അതിനെ നേടും. അപ്പോൾ ജീവനെ നേടണമെങ്കിൽ കർത്താവ് ഒരു അടിസ്ഥാന കാര്യം ഞാൻ പറഞ്ഞല്ലോ, 10 റെഫറൻസ് അല്ല, അത് കൂടുതൽ തരാൻ പറ്റും. എന്നാൽ ഏറ്റവും അടിസ്ഥാനപരമായ കർത്താവ് പറയാണ്, ജീവനെ കളയുന്നതിലൂടെയാണ്, ജീവനെ കർത്താവിനായി ഏൽപ്പിക്കുന്നതിലൂടെയാണ്, കർത്താവിന് വേണ്ടി അതിനെ പൂർണ്ണമായി ഒരാൾ വിട്ടുകൊടുക്കുന്നതിലൂടെയാണ് ഹല്ലേലൂയ നമുക്ക് ജീവനെ നേടാൻ കഴിയുന്നത്. വേദപുസ്തകത്തിലെ ചില പ്രമാണങ്ങൾ നമുക്ക് ഭൗതികമായി ചിന്തിച്ചാൽ അല്പപ്രയാസകരമായി തോന്നാം, അല്ലേ? കർത്താവ് പറയുകയാണ്, നിങ്ങൾ തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. തന്നെത്താൻ താഴ്ത്തുന്നവരുണ്ടെങ്കിൽ, തന്നെ താഴ്ത്താൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അവരെ ഇത് ഉയർത്തും. അപ്പം ഉയർച്ചയുടെ പടവുകൾ എന്ന് പറയുന്നത് താഴോട്ടാണ്. ലോകപരമായ ഉയർച്ചയുടെ പടവുകൾ എപ്പോഴും മുകളിലോട്ടാണ്. എന്നാൽ ഒരു ആത്മീയ ജീവിതത്തോട് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും ഉയർച്ചയുടെ പടവ് താഴോട്ടാണ്. എത്രത്തോളം നമുക്ക് താഴാൻ പറ്റുന്നുവോ അത്രത്തോളമാണ് നമ്മുടെ ഉയർച്ച എന്ന് കർത്താവ് പഠിപ്പിച്ചു, അല്ലേ? വേറൊരു അടുത്ത കർത്താവ് പറയുന്നു, നിങ്ങളിൽ ആരെങ്കിലും വലിയവനാകാൻ ഇച്ഛിക്കുന്നെങ്കിൽ എല്ലാവരുടെയും ദാസനായി മാറട്ടെ. അപ്പോൾ എല്ലാവരെക്കാളും ചെറുതാകുന്നതിലൂടെയാണ് എല്ലാവരുടെ ദാസൻ എന്ന് പറയുമ്പോൾ എല്ലാവരെക്കാളും ചെറുതായി മാറുക. എല്ലാവരെക്കാളും ചെറുതാകുന്നതിലൂടെയാണ് വളരുന്നത്, താഴുന്നതിലൂടെയാണ് ഉയരുന്നത്. ഇവിടെ പറയുന്നു, ജീവനെ കളയുന്നതിലൂടെയാണ് ഒരു വ്യക്തി ജീവനെ നേടുന്നത്. വചനത്തിനായി ഒന്ന് സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. അതിനെക്കുറിച്ച് ഒന്നും കൂടെ വിശദമായി കർത്താവ് പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം ആദ്യം വായിക്കാം. യോഹന്നാൻ സുവിശേഷം 12:25. ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഈ ലോകത്ത് ജീവനെ പകയ്ക്കുന്നവൻ, ഇവിടെ കർത്താവ് ഒന്നും കൂടെ വേറൊരു വേർഷനിൽ പറയുന്നു, ജീവനെ നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനെ കളയും. നിങ്ങൾ വല്ലാതെ ഈ ലോകപരമായുള്ള ആ നന്മയും ശ്രേഷ്ഠതയും ഉയർച്ചയും നിങ്ങൾ വല്ലാതെ അങ്ങ് സ്നേഹിക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, ഈ ലോകത്തെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ വല്ലാതെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ അതിനെ കളയും. ഞാനല്ല പറഞ്ഞത് കർത്താവ്. പക്ഷെ നിങ്ങൾ അതിനെ പകയ്ക്കുന്നെങ്കിൽ നിങ്ങളതിനെ, അതുകൊണ്ടാണ് ലൂക്കോസ് 14 കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ പിന്നാലെ വരികയും സ്വന്തം ജീവനെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവൻ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇതൊക്കെ സുവിശേഷം തന്നെയാണ്, ഇതൊക്കെ വചനം തന്നെയാണ്. ഹല്ലേലൂയ.
അപ്പോൾ നിങ്ങൾ ജീവനെ സ്നേഹിക്കുന്നെങ്കിൽ, നിങ്ങളതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിൽ, നിങ്ങളതിനെ സൂക്ഷിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ, നിങ്ങളതിനെ നേടാൻ ശ്രമിക്കുന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് അത് കൈമോശം വന്ന് പോവും. നിങ്ങളുടെ കൺട്രോളിൽ നിന്ന് അത് പോകും. ഹല്ലേലൂയ. ദൈവം കർത്താവ് പറയാണ്, നിങ്ങളതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നിങ്ങളതിനെ സംരക്ഷിക്കാനും നിങ്ങളതിനെ കരുതാനും സ്നേഹിക്കാനും നിങ്ങൾ ശ്രമിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾക്കതിന്മേലുള്ള കൺട്രോൾ നഷ്ടപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകലിൽ കർത്താവ് മറുഭാഗം പറയുന്നു, അതിനെ ഒരാൾ പകച്ചാൽ, അല്ലെങ്കിൽ അതിനെ ഒരാൾ ആമേൻ വിലയേറിയതായി കാണാതിരുന്നാൽ, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി ആമേൻ അതിനെ കരുതുന്ന സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ദൈവത്തിൻ്റെ കരുതലല്ലാതെ നമുക്കൊന്നും നേടാൻ കഴിയുകയില്ല. ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്താൽ. അതിൻ്റെ 24 തൊട്ട് മുകളിലത്തെ വാക്യത്തിൽ കർത്താവ് ഒരു ഉപമയിലൂടെ പറയും. നമുക്കറിയാവുന്ന ഉപമ. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി ചാകുന്നില്ലെങ്കിൽ തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വിളവുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലം ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്കെല്ലാം നന്നായി അറിയാവുന്ന വാക്യം. അപ്പോൾ ഇതുവരെ പറഞ്ഞതിന് ചുരുക്കം ഇതേ ഉള്ളൂ. ഒരാൾ ഒന്നിനെ സ്നേഹിച്ച് ഒന്നിനെ സംരക്ഷിച്ച് അതിനെ നിലനിർത്തി അതിനെ നേടാൻ ശ്രമിച്ചാൽ, ഹല്ലേലൂയ, അത് കൈമോശം വന്നെന്ന് വരാം, നഷ്ടപ്പെട്ടെന്ന് വരാം. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽ ദൈവത്തിൽ ആശ്രയിച്ച് അതിന് വില കൊടുക്കാതെ ദൈവത്തിൻ്റെ പദ്ധതിക്കും ദൈവത്തിൻ്റെ നടത്തിപ്പുകൾക്കും വേണ്ടി ആഗ്രഹിച്ചാൽ നിശ്ചയമായും അവൻ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന ചിലത്, നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന ചിലത്, കളഞ്ഞു പോകുമെന്ന് തോന്നുന്ന ചിലത്, കൈമോശം വരുമെന്ന് തോന്നുന്ന ചിലതിനെ സമൃദ്ധിയായി എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ തരാൻ ഇന്ന് പകൽ ദൈവത്തിന് കഴിയും. ദൈവത്തിന് ചില സാധ്യമാണ്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ്. ഈ പകൽ പരിശുദ്ധാത്മാവ് ഞാൻ പറയുന്നു, ആമേൻ, ചിലതിനെ നമ്മൾ സ്നേഹിച്ചാൽ, അമിതമായി ചിലതിനു വേണ്ടി ആഗ്രഹിച്ചാൽ, അത് കൈമോശം വരുമ്പോൾ, ഇന്ന് പകൽ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, നഷ്ടപ്പെട്ടുവെന്ന് പോകുമെന്ന് കരുതുന്ന ചിലതിനെ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ സമൃദ്ധിയായി മടക്കി തരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. ആമേൻ. സാധാരണ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പുതിയ നിയമത്തിൽ നിന്നാണ് നമ്മൾ ഉദാഹരണങ്ങളൊക്കെ എടുക്കാൻ ശ്രമിക്കും. കഴിവതും സൺഡേയിലെ മെസ്സേജുകൾ പുതിയ നിയമത്തിനാകാൻ ഞാൻ ശ്രമിക്കാം. എന്നാൽ ഇന്ന് പകൽ ഞാൻ അതിനെ ഒന്ന് സാധൂകരിക്കാൻ പഴയ നിയമത്തിൽ നമുക്ക് ഒത്തിരി അറിയാവുന്ന ഒരു കഥാപാത്രത്തിലേക്ക് വേഗത്തിൽ പോവുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വരണേ, വാക്യങ്ങൾ മാത്രം വായിച്ചു പോകാം. ആമേൻ വിശദമാക്കാതെ പോകട്ടെ. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 29 അധ്യായം 28 വാക്യം. 1 ദിനവൃത്താന്തങ്ങൾ 29, 28. ആമേൻ. ഫസ്റ്റ് ക്രോണിക്കൽസ് ചാപ്റ്റർ 29 verse 28. ഓക്കെ, ഇവിടെ ദാവീദ്, എല്ലാവരും ഒന്ന് എടുക്കണേ ആ ഭാഗം. ദാവീദിനെ കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഈ സംഘത്തിനെ എഴുതിയതും ദാവീദ് തന്നെ, അതുകൊണ്ടാണ് ദാവീദിനെ അങ്ങ് എടുത്തത്. 28 വാക്യം. അവൻ നന്നാ വയസ്സ് ചെന്നവനും ആയുസ്സും ധനവും മാനവും തികഞ്ഞവനുമായി മരിച്ചു. ഒരു ഭക്തനെ കുറിച്ചുള്ള അവസാന ഒരു സെൻറ്റൻസാണ് അല്ലേ. അവൻ നന്നായി വയസ്സ് ചെന്നവൻ, ആയുസ്, 3 കാര്യം തികഞ്ഞെന്ന് എഴുതിയേക്കുന്നത്. ആയുസ്സും ധനവും മാനവും, 3 കാര്യത്തിൽ അവൻ തികഞ്ഞു. ഇനി എൻ്റെ ചിന്തയിലേക്ക് വരാം. നിങ്ങൾ ദാവീദിൻ്റെ ജീവിതത്തിൽ ഒന്ന് പഠിക്കണം. ദാവീദ് നേടാൻ ശ്രമിക്കാത്ത 3 കാര്യമാണിത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും നേടുമെന്ന് ദാവീദ് കരുതാത്ത 3 കാര്യം, ദാവീദ് വില കൊടുക്കാത്ത 3 കാര്യം. ആമേൻ. നിങ്ങൾ അങ്ങനെ വാക്ക് പറയുമ്പോൾ ഒരു പക്ഷേ ചിന്ത മനസ്സിലായെന്ന് വരികയില്ല. 1-2 ഉദാഹരണങ്ങളിലൂടെ വേഗം ഞാൻ വ്യക്തമാക്കാം. 1, അവൻ ആയുസ് തികഞ്ഞു. ഈ വേദപുസ്തകത്തിൽ ഒരാളുടെ ആയുസ്സിനെതിരെ ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർന്നിട്ടുണ്ടെങ്കിൽ അതാരുടെ നേരെയാ? ദാവീദിന് നേരെയാ. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വരണേ.
അപ്പൻ്റെ ആടിനെ മേയ്ക്കുമ്പോൾ കയറി വന്ന സിംഹം തൊട്ട് ഏറ്റവും ഒടുവിൽ താൻ ജന്മം കൊടുത്ത ആമേൻ മകൻ അബ്ശാലോം വരെ ഒരു വലിയ ലിസ്റ്റാണ് അവൻ്റെ ആയുസ്സിനെതിരെ വെല്ലുവിളിച്ചത്. ആമേൻ. ദാവീദിനെ കൊന്നുകളയാൻ ശ്രമിച്ചത്. ഹല്ലേലൂയ. ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. ആമേൻ. ഒരിക്കൽ സിംഹം, ഒരിക്കൽ കരടി, മറ്റൊരു ആമേൻ മുന്നോട്ട് വരുമ്പോൾ ഗോലിയാത്ത്, പിന്നെ പലവട്ടം ശൗൽ, പിന്നെ ശത്രു രാജാക്കാൽ, ഫെലിസ്തീയർ, അബ്ശാലോ, അബ്നേർ എന്ന് വേണ്ട. ഹല്ലേലൂയ. ശൗല് പിന്നെ വർഷങ്ങൾ അവൻ പല പദ്ധതികളിട്ട് അവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം പറയട്ടെ, അവൻ ദൈവം അനുവദിക്കാതെ അവൻ്റെ ജീവിതത്തെ, അവൻ്റെ ആയുസ്സിനെ എടുക്കാൻ ഒരു വ്യക്തിക്കും പറ്റിയിട്ടില്ല. റമാന ശാന്തന. ലോകത്തിൽ ഒരുപക്ഷെ തൻ്റെ ആയുസ്സിനോട് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിട്ട ഒരു മനുഷ്യൻ ദാവീദാണ്. എന്നാൽ അവനെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്നു, അവൻ ആയുസ് തികഞ്ഞവനായി, നന്നാ വയസ്സ് ചെന്നവനായി. ഹല്ലേലൂയ. അവൻ ഈ ലോകം വിട്ടുപോയി. ഇന്ന് പകലിൽ ഹല്ലേലൂയ, ആരെല്ലാം നിനക്ക് നേരെ എന്തെല്ലാം പദ്ധതികൾ ആമേ വന്നാൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവത്തിലെ ദൈവം അനുവദിക്കാതെ നിനക്ക് നേരെ ഒന്നും കടന്നു വരത്തില്ലെന്ന് ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ആ കർത്താവിന് ചേർന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. ആമേൻ. ദാവീദിനെ കുറിച്ച് ഇത്രയും വെല്ലുവിളികൾ ഉണ്ടെങ്കിലും നിങ്ങൾ എൻ്റെ കൂടെ ഞാൻ പറയുന്ന ആശയം ഒന്ന് ഉൾക്കൊള്ളണമെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് ചിന്തിച്ചു വരണേ. ആമേൻ. അതുകൊണ്ടാണ് ഞാൻ വളരെ ശാന്തമായി പറയുന്നത്. ദാവീദിന് കിട്ടിയ ചില അനുഗ്രഹങ്ങളുണ്ട്. ആയുസ്സിനോട് ബന്ധപ്പെട്ട്. ഈ അനുഗ്രഹം കൊടുത്തതാരാന്നറിയോ? ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ദാവീദിനെ ഏറ്റവും കൂടുതൽ ആയുസ്സിനെതിരെ വെല്ലുവിളിച്ചത്, അല്ലെങ്കിൽ ആയുസ് ഇല്ലാതാക്കാൻ അവനെ കൊന്നുകളയാൻ ശ്രമിച്ചത് അന്നത്തെ രാജാവായിരിക്കുന്ന ശൗലാണ്. കിട്ടിയ അവസരങ്ങളൊന്നും ശൗല് ആമേൻ വിട്ടുകളഞ്ഞില്ല, ഉപയോഗിച്ചു. അവർ രണ്ടുപേരും മാത്രം ഒരു മുറിയിലിരിക്കെ കുന്തം കൊണ്ട് കുത്തി എന്ന് നമ്മൾ വായിക്കാൻ കഴിയുന്നല്ലോ. അതൊന്നല്ല, പല പ്രാവശ്യം അങ്ങനെ ചെയ്തു. പിന്നെ യോനാഥാനെ ഉപയോഗിച്ച്, തൻ്റെ ഭാര്യ മീഖളിനെ ഉപയോഗിച്ച്, ഫെലിസ്തീനെ ഉപയോഗിച്ച് എന്ന് വേണ്ട സകല വഴികളിലൂടെയും ദാവീദിനെ ഇല്ലാതാക്കാൻ ഒരു ശ്രമം നടത്തി. ഹല്ലേലൂയ. എന്നിട്ട് കഴിയാതെ വന്നപ്പം നേർക്ക് നേരെ അവനെ ചെന്ന് പിടിക്കുക. ശൗലിന് രാജകൊട്ടാരത്തിൽ ഇരിക്കാനോ ഭരിക്കാനോ ഒന്നും സമയം കിട്ടുന്നില്ല. ആമേൻ. അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ആ സിംഹാസനത്തിൽ ഇരിപ്പുറക്കുന്നില്ല. ഹല്ലേലൂയ. 2000-3000 പേരെ കൂട്ടിക്കൊണ്ട് ഉള്ള വനാന്തരങ്ങളിലും ഉള്ള മരുഭൂമികളെല്ലാം തപ്പി നടക്കുക. ദാവീദ് തന്നെ പറയുന്നുണ്ട്, ഒരു നായെന്ന പോലെ, ഒരു ചെള്ളെന്ന പോലെ അവൻ തപ്പി നടക്കുകയാണ്. ഇവനെ കൊന്നിട്ടല്ലാതെ തനിക്ക് മനസ്സിന് സ്വസ്ഥത ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കെ അപ്പോൾ ദാവീദ് ഒരു കാര്യം ഉറപ്പാണ്, ശൗലിൻ്റെ കണ്ണിൽപ്പെട്ട, ശൗലിൻ്റെ കയ്യിൽ അവൻ തന്നെ കിട്ടിയാൽ ആ നിമിഷം തന്നെ കൊന്നുകളയും. ഇടയ്ക്ക് ദാവീദിന് നിരാശ പോലും വന്നു. ഇനി ഞാൻ ശൗലിൻ്റെ കയ്യാൽ നശിക്കേ ഉള്ളൂ എന്ന് പറഞ്ഞാണ് ആഖീഷിനെ അഭയം പ്രാപിച്ച്. അവിടുന്നാണ് 34-ാം സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം. അതൊക്കെ കണക്ട് ചെയ്യേണ്ടതാണെങ്കിൽ ഞാൻ വേഗത്തിൽ പോകട്ടെ. ഇനിയും ഞാൻ നശിച്ചു പോകുകയുള്ളൂ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിൽ ജീവിതത്തിൽ 2 പ്രാവശ്യം ശൗലിനെ തൊട്ടടുത്ത് കിട്ടി. ദാവീദിന് ഈ ഉലകത്തിൽ വാക്തത്വം നടക്കണമെങ്കിൽ, രാജാവാകണമെങ്കിൽ, ജീവിതത്തിൽ അവൻ്റെ ആയുസ് നിലനിർത്തണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, തൊട്ടടുത്ത് വന്നത് ആ ശൗലിനെ. പക്ഷേ ഒരു പ്രാവശ്യം ഈ ബോധ്യം ശൗലിന് കിട്ടാൻ വേണ്ടി വസ്ത്രത്തിൻ്റെ അറ്റം മാത്രം, അടുത്ത വാക്ക്, അതവനെ കുത്തി. അമ്മേ പ്രിയ പ്രാർത്ഥിച്ചപ്പം പറഞ്ഞു, വചനമൊക്കെ കുത്തണോ എന്ന്. ഇത് വചനമല്ല, എന്ത് കേട്ടാലും നമുക്ക് പലപ്പോഴും അമ്മേ അവൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റം കീറിയതിനകത്ത് കുറ്റബോധം ഉണ്ടായെന്നാണ് എഴുതിയേക്കുന്നത്. നോക്കിയേ, ഈ ഉലകത്തിൽ ദാവീദ് ശൗലിനെ കൊന്നാൽ അത് നിയമപ്രകാരം തെറ്റില്ല, കാരണം അന്നത്തെ യുദ്ധത്തിൻ്റെ ഒരു പശ്ചാത്തലമാണ്. ഹല്ലേലൂയ.
പക്ഷെ തനിക്ക് കിട്ടിയ ആമേൻ, താൻ മരിച്ചാലും കുഴപ്പമില്ല, അഭിഷിക്തന് നേരെ കൈവാങ്ങിയില്ലെന്ന് പറഞ്ഞ്, അഭിഷിക്തന്റെ നേരെ വാളെടുക്കില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു ദാവീദ്. ഈ ശൗല് ജീവിച്ചിരുന്നാൽ, ഈ ശൗല് ഇനി മുൻപോട്ട് പോയാൽ തനിക്ക് സ്വസ്ഥതയോടെ ജീവിക്കാൻ പറ്റത്തില്ലെന്ന് ദാവീദ് അറിയാം. എപ്പം വേണേലും തൻ്റെ പ്രാണം നഷ്ടപ്പെടുമെന്നറിയാം. പക്ഷെ ശൗലിനെ കിട്ടിയവൻ പറയുക, യഹോവയുടെ അഭിഷിക്തന് നേരെ ഞാൻ കരമെടുക്കുകയില്ല, അല്ലെങ്കിൽ വാളോങ്ങുകയില്ല. ആമേൻ. അതിൻ്റെ ഫലം എന്ത് സംഭവിക്കപ്പെട്ടു? നിങ്ങളൊന്ന് വായിക്കണമേ. 21 ശമൂവേലിന്റെ പുസ്തകം 24-ാം അധ്യായം അതിന് 10-ാമത്തെ വാക്യം വേഗത്തിൽ ഒന്ന് വായിച്ച് സഹായിക്കും. 1-2 വാക്യങ്ങൾ ആ വിഷയത്തിൽ ഒന്ന് വായിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആമേ. 1 ശമൂവേൽ 24:10. ആ ആ ആ ആ നോക്കിയേ, നിന്നെ കൊല്ലുവാൻ ചിലർ പറഞ്ഞെങ്കിലും ഞാൻ ചെയ്തില്ല. ശൗലിനോട് പറയുക. ഓക്കെ, ആ വാക്യം നമുക്കറിയാം, ഞാൻ വിടുന്നു. ആമേൻ. എന്നിട്ട് അതിൻ്റെ ആമേൻ 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 24-ന്റെ ശൗൽ അവനോട് ചോദിക്കുന്നു. എനിക്ക് ഈ വാക്ക് ഭയങ്കരമായിട്ട് എന്നെ എന്ന് സ്ട്രൈക്ക് ചെയ്തു. ശൗല് ചോദിക്കുക, ശത്രുവിനെ കണ്ടു കിട്ടിയാൽ ആരെങ്കിലും അവനെ വെറുതെ വിട്ടയക്കുമോ? തന്നെ കൊല്ലാതെ ദാവീദ് വിട്ടെന്ന് കണ്ടപ്പോൾ ശൗൽ അങ്ങോട്ട് ചോദിക്കുക, എടാ ദാവീദേ, എടാ ശത്രുവിനെ കൈ കിട്ടിയാൽ ആരെങ്കിലും കൊല്ലാതെ വിടുവോ? അമ്മേ, നിനക്ക് നിലനിൽക്കണമെങ്കിൽ അവനെ കൊല്ലണ്ടേ? നീ മുന്നോട്ട് പോകണമെങ്കിൽ, നിനക്ക് ജയം വേണമെങ്കിൽ, നിന്നോടുള്ള വാഗ്ദത്തമൊക്കെ പൂർത്തീകരിക്കണമെങ്കിൽ ആമേൻ ശൗലിനെ ഇല്ലാതാക്കണ്ടേ? അത് തന്നെയാ ആമേ ശൗല് തന്നെ ചോദിക്കുക, ശത്രുവിനെ കൈ കിട്ടിയ ആരെങ്കിലും വെറുതെ വിടുവോ? അടുത്ത വാക്ക്, ഇന്ന് എനിക്ക് ചെയ്തതിന് യഹോവ നിനക്ക് നന്മ പകരം ചെയ്യട്ടെ. നീ രാജാവാകും. ഹോ ആമേൻ. ആമേൻ. 2-ാമത്തെ സാഹചര്യത്തിൽ കൊടുത്തൊരു അനുഗ്രഹമുണ്ട്, അത് പറയാനാ വലുത്. 26-ാം അധ്യായം 24-ാമത്തെ വാക്യം. ആമേൻ. 26-ാമത്തെ അധ്യായം. അതിൻ്റെ മുകളിലത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. മുകളിലത്തെ വാക്യം കൂടെ. ആ ആ ആ യഹോവ അതൊക്കെ വിശദീകരിക്കുന്നില്ല. ഇന്ന് എന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു എങ്കിലും യഹോവയുടെ അഭിഷിക്തന്റെ മേൽ കൈവെപ്പാൻ എനിക്ക് മനസ്സായില്ല. എന്നാൽ നിന്റെ ജീവൻ ഇന്ന് എനിക്ക് വിലയേറിയതായിരുന്നത് പോലെ എൻ്റെ ജീവൻ യഹോവയ്ക്ക് വിലയേറിയതാകട്ടെ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. ആമേൻ. ദാവീദിന് തൻ്റെ ജീവനെ നിലനിർത്തണമെങ്കിൽ ഹല്ലേലൂയ ആമേൻ ചെയ്യേണ്ടിയിരുന്ന കാര്യത്തെ ദൈവത്തെ ഭയപ്പെട്ട് ആമേൻ അത് ചെയ്യാതെ, ആ പാപം ചെയ്യാതെ, ആ തെറ്റ് ചെയ്യാതെ, അകൃത്യം ചെയ്യാതെ തന്നെത്താൻ സൂക്ഷിച്ച് ശൗല് തന്നെ കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ എന്ന് പറഞ്ഞ് ആമേൻ ദൈവത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൽ ഇന്ന് പകൽ ഓർപ്പിക്കട്ടെ, അവൻ്റെ ജീവനെ തൊടാൻ ഒരു വ്യക്തിക്കും കഴിഞ്ഞില്ല. രാമാശാന്തന. ഇന്ന് പകൽ പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥ മറക്കല്ല്. ജീവനെ നേടാൻ ശ്രമിക്കുന്നവരത് കളയുമ്പോൾ ദൈവത്തിനു വേണ്ടി, ദൈവവചനത്തിനു വേണ്ടി, ദൈവ വ്യവസ്ഥയ്ക്ക് വേണ്ടി ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് ജീവന് വില കൊടുക്കാതെ ദൈവത്തിന് വില കൊടുക്കുന്നവന് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. അവൻ്റെ കൂടെ നിൽക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഒരു കാര്യം ഞാൻ പറയുന്നു, സകലരും ഒരുപോലെ ദാവീദിന്റെ പ്രാണന് നേരെ വെല്ലുവിളിച്ചെങ്കിലോ അവനെക്കുറിച്ച് നമ്മൾ വായിച്ച കുറിവാക്യം ഇങ്ങനെ പറയുന്നു, അവൻ നന്നായി വയസ്സ് ചെന്നവനായി ആയുസ് തികഞ്ഞവനായി പ്രാണനെ വിട്ടു. ഹല്ലേലൂയ. ഇന്ന് പകൽ ചിലത് നേടാൻ സ്വാർത്ഥത ജീവിതത്തിൽ കയറരുത്, സെൽഫിഷ്നെസ് ജീവിതത്തിൽ കയറരുത്, ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ മറക്കരുത്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ മറന്നും പലതും നേടാൻ ഞാനോ നിങ്ങളോ ശ്രമിച്ചാൽ
അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് നമ്മൾ കാണേണ്ടി വരും. എന്നാൽ ഇന്ന് പോലെ ദൈവത്തെ സ്നേഹിച്ച് അല്പ കഷ്ടതയാണെങ്കിലും അല്പ പ്രതിസന്ധികളാണെങ്കിലും നിന്ദകളാണെങ്കിലും പരിഹാസങ്ങളാണെങ്കിലും ദൈവത്തെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ നിന്റെ ജീവനേക്കാൾ, ഈ ലോകത്തിലെ നേട്ടങ്ങളേക്കാൾ, ഈ ലോകത്തിലെ അനുഗ്രഹങ്ങളേക്കാൾ ദൈവത്തെ വലുതായി കാണാൻ കഴിഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിന് പൂർത്തീകരണം വരുത്തുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം, മറ്റൊരിക്കൽ നാബാലിനെ കൊല്ലാനായി ദാവീദ് പോവുക. ആ ഭാഗത്തിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. ദാവീദിനെ അപമാനിച്ചു, ദാവീദിനെ നിന്ദിച്ചു, അതിന് ദേഷ്യത്തിന് പകരം ചെയ്യാൻ പോവുക. പക്ഷേ അവിടെ അബിഗയിൽ ചെന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇന്ന് നീ ഈ ഭോഷത്വം ചെയ്യാതിരുന്നാൽ യജമാനൻ്റെ ജീവനെ ദൈവം തൻ്റെ ഭണ്ഡാരത്തിനകത്ത് സൂക്ഷിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ ഹല്ലേലൂയ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഒരു ഈഗോ ക്ലാഷിൽ ഹല്ലേലൂയ ചിലതിനെയൊക്കെ ഇല്ലാതാക്കി ജയിക്കണമെന്ന് ആഗ്രഹിച്ചിറങ്ങിയവൻ വിവേകത്തോടെ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ അവൻ ആരെ കൊല്ലാൻ പോയോ അവർ പറഞ്ഞ് അനുഗ്രഹിക്കുക, യജമാനൻ്റെ ജീവനെ ദൈവം തൻ്റെ ജീവഭണ്ഡാരത്തിനകത്ത് സൂക്ഷിക്കുക. ഇന്ന് പകൽ ഹല്ലേലൂയ പ്രതിസന്ധികൾക്കകത്ത്, പ്രതികൂലങ്ങൾക്കകത്ത് ഇന്ന് പകൽ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ഒരു ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നത് പോലെ സ്വാർത്ഥതകളെ വെടിഞ്ഞ് ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുത്താൽ കർത്താവ് പറയുക, ആരതിനെ കളയുന്നു അവരതിനെ നേടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവ് നമ്മെ സൂക്ഷിക്കുന്നൊരു ദൈവമാണ്. രണ്ടാമത് ദാവീദിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു, വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. അവൻ ആയുസ്സും ധനവും മാനവും തികഞ്ഞവനായി. ഹല്ലേലൂയ. മാനത്തെക്കുറിച്ചൊക്കെ ഞാൻ പറയാൻ പോയാൽ ഹല്ലേലൂയ സമയം പോകുമെന്നതുകൊണ്ട് ഹല്ലേലൂയ. നമ്മളെല്ലാം ജീവിതത്തിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നൊരു മാന്യതകളുണ്ട്. ഒരിക്കൽ പെട്ടകത്തിന് മുമ്പിൽ ആരാധിച്ചപ്പോൾ, നൃത്തം ചെയ്ത് ആരാധിച്ചപ്പോൾ അവൻ്റെ ഭാര്യ മീകൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്കൊരു സ്റ്റാറ്റസ് ഉണ്ട്. സ്റ്റാറ്റസ് വിട്ടൊന്നും ആരാധിക്കരുത്, സ്റ്റാറ്റസ് വിട്ടൊന്നും വേണ്ട. നമ്മുടെ സ്റ്റാറ്റസിനെ നമ്മൾ സ്നേഹിക്കണം. നമുക്കൊരു പദവിയുണ്ട്, നമുക്കൊരു മാന്യതയുണ്ട്. ഇന്ന് പകൽ മാന്യതയെ സ്നേഹിച്ചാൽ ആ മാന്യത നഷ്ടപ്പെടും. ദൈവത്തെ സ്നേഹിച്ചാൽ എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഇന്ന് പകൽ ഒരു കാര്യം ഞാൻ വിശദീകരിക്കുന്നില്ല. ദൈവത്താലല്ലാതെ ലഭിക്കപ്പെടുന്ന സകല മാന്യതകളും നമ്മെ വിട്ട് പോകുന്നത് കണ്ണാലെ കാണേണ്ട സാഹചര്യം വരും. എന്നാൽ ഇന്ന് പകൽ ദൈവമാണ് നിന്നെ ഉയർത്തുന്നതെങ്കിൽ, ദൈവമാണ് നിന്നെ നടത്തുന്നതെങ്കിൽ, ആരൊക്കെ അവിടുന്ന് വലിച്ചിറക്കാൻ ശ്രമിച്ചാലും, ആരൊക്കെ അതിനെ തകർക്കാൻ ശ്രമിച്ചാലും ഇന്ന് പകൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഒരു കരമുണ്ട്. ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഒരു ശ്രേഷ്ഠകരമായ കർത്താവിന്റെ വചനം അതാ പറയുന്നത്, എന്നെ മാനിക്കുന്നവനെ. അവിടെ ദാവീദ് കൊടുത്ത മറുപടിയൊക്കെ നമുക്കറിയാം. ഹല്ലേലൂയ. എന്നെ തെരഞ്ഞെടുത്ത, എന്നെ ഒന്നുമില്ലായ്മയിൽ നിന്ന് വീണ്ടെടുത്ത, കാട്ടിൽ കിടന്ന എന്നെ വിളിച്ചു വേർതിരിച്ച് രാജസ്ഥാനത്ത് കൊണ്ടുവന്നൊരു ദൈവം ഉണ്ടെങ്കിൽ അവൻ്റെ മുമ്പിൽ അവനെ ആരാധിക്കുന്നതിനും അവനെ സ്നേഹിക്കുന്നതിനും അവന് വേണ്ടി പ്രവർത്തിക്കുന്നതിനും അപ്പുറത്തേക്കാൾ വലിയൊരു മാന്യത ഈ ഉലകത്തിൽ എനിക്ക് ലഭിക്കാനില്ല. ഇന്ന് പകൽ ദൈവസഭയ്ക്കകത്തായിരിക്കുന്നവരെ, നിങ്ങളെ വിളിച്ച ഇറക്കിയൊരു ദൈവമുണ്ട്, നിത്യതയ്ക്ക് അവകാശികളാക്കിയ ദൈവമുണ്ട്. അവന്റെ മക്കൾ എന്ന പദവിയേക്കാൾ ശ്രേഷ്ഠകരമായതൊന്നും ഈ ഉലകത്തിലില്ല. ഈ ലോകത്തിന്റെ അംഗീകാരങ്ങളെ അല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം ചെയ്തെന്നാ ഞാൻ വിശദീകരിക്കുന്നില്ല. ദാവീദിനെ കുറിച്ച് പറയുന്നത്, ദാവീദിനെ പോലെ വേറൊരു രാജാവ് ഇസ്രായേൽ ഉണ്ടായിട്ടില്ല. അതിൻ്റെ അനന്തരഫലം ഇന്ന് നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കർത്താവും അറിയപ്പെടുന്നത്
ദാവീദിൻ്റെ മകനെന്ന, ദാവീദിൻ്റെ പുത്രനെന്ന ദൈവം നിനക്കൊരു മാന്യത തന്നാൽ, ഹല്ലേലൂയ, ലോകം തരുന്ന മാന്യത അതിൻ്റെ പുറകെ ഓടല്ലേ. ലോകം തരുന്ന മാന്യതയ്ക്ക് വേണ്ടി മാത്രം ആമേൻ ഈ ലോകത്ത് ജീവിക്കരുത്. തമ്പുരാൻ ഒരു മാന്യത, തമ്പുരാൻ നിന്നെ ഉയർത്തിയാൽ ആമേൻ ഹല്ലേലൂയ, അത് നിത്യപരമായി നമ്മെ നിലനിൽക്കുന്നതാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ലോകത്തിൻ്റെ മാന്യതകളെ നേടാൻ ശ്രമിക്കാതെ ഹല്ലേലൂയ ദൈവികമായ അംഗീകാരങ്ങൾക്ക് വേണ്ടി ശ്രമിക്കാൻ കഴിയട്ടെ. ഒരിക്കൽ ഞാൻ വിശദീകരിക്കാൻ പെട്ടെന്ന് പോകട്ടെ. ഒരിക്കൽ ദാവീദ് അബ്ശാലോ നിമിത്തം കൊട്ടാരം വിട്ട് മരുഭൂമിയിലേക്ക് പോകുമ്പോൾ ശിമെയി അവനെ ശപിക്കുക. നോക്കിയേ, ഞാൻ പറയുന്ന ആശയങ്ങൾ ഉൾക്കൊള്ളുന്നു വിചാരിക്കട്ടെ. ദാവീദ് തൻ്റെ പൊസിഷനെ സ്നേഹിച്ചിരുന്നെങ്കിൽ, തൻ്റെ ജീവനെ താൻ സ്നേഹിച്ചിരുന്നെങ്കിൽ എങ്ങനായിരുന്നു റെസ്പോൺസ് അല്ലേ? അടുത്ത് വന്ന് നിന്ന് ചിലർ ചോദിച്ചുകൊണ്ട് ഈ ചത്ത നായെ വെട്ടിക്കളയട്ടെ. ഹല്ലേലൂയ. പക്ഷെ ദാവീദ് സ്നേഹിച്ചത്, ദാവീദ് വിലയേറി കണ്ടത് ഹല്ലേലൂയ സ്വന്തം ശ്രേഷ്ഠതയല്ല, സ്വന്തം ജീവനല്ല. അവൻ പറയുക, യഹോവ പറഞ്ഞിട്ടായിരിക്കാം അവൻ ശപിക്കുന്നെങ്കിൽ ശപിക്കട്ടെ, പക്ഷേ എൻ്റെ നീതി കണ്ട് എൻ്റെ ദൈവം എന്നെ മടക്കി കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട് ഇന്ന് പകൽ. ഹല്ലേലൂയ. ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം, നാം പലപ്പോഴും വല്ലാതെ നമ്മുടെ നേട്ടങ്ങളെയും നമ്മുടെ സന്തോഷത്തെയും നമ്മുടെ ജീവിതത്തെയും സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ പല അബദ്ധങ്ങളിലും പല ഹല്ലേലൂയ കഷ്ടതകളിൽ ചെന്നുപെടുന്നത്. ഇന്ന് പകൽ ആരൊക്കെ നിന്നെ നിന്ദിച്ചാലും നിന്നെ മാനിക്കുന്നൊരു ദൈവം ഉണ്ടെന്ന്, ആരെല്ലാം നിന്നെ കുറ്റം പറഞ്ഞാലും നിന്റെ നീതിയെ കാണുന്നൊരു ദൈവം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അവനെ സ്നേഹിക്കാൻ കഴിയുന്ന മനസ്സുകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ എന്നെ അല്ല എൻ്റെ ദൈവത്തെ എത്ര സ്നേഹിക്കുന്നത് പറയുവാൻ. ആമേൻ. ദാവീദിനെ കുറിച്ച് പറയുന്നതിന് മൂന്നാമത്തെ കാര്യം, അത് പറയുമ്പോൾ നിങ്ങൾ പിടങ്ങല്ലേ, ധനം തികഞ്ഞവനായി. ആവശ്യമുള്ള പണം കണ്ടിട്ട് മരിച്ച ഒരാളാണ് ദാവീദ്. ഹല്ലേലൂയ. പക്ഷേ ഞാൻ ആ വാക്യം ഒന്ന് വായിപ്പിക്കാം. ആമേൻ. ഒന്ന് ദിനവൃത്താന്ത പുസ്തകം തന്നെ ഒന്ന് വേഗത്തിൽ വരണേ. ഹല്ലേലൂയ. 29 അധ്യായത്തിൽ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എൻ്റെ മകൻ ശലോമോൻ ചെറുപ്പക്കാരനാണ്. മന്ദിരം മനുഷ്യനല്ല, യഹോവയായ ദൈവത്തിനത്രേ. എന്നാൽ ഞാൻ എൻ്റെ സർവ്വബലത്തോടും കൂടെ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിന് വേണ്ടി പൊന്നുകൊണ്ടുള്ളവയ്ക്ക് പൊന്ന്, വെള്ളി കൊണ്ടുള്ളവയ്ക്ക് വെള്ളി, താമ്രം കൊണ്ടുള്ളവയ്ക്ക് താമ്രം, ഇരുമ്പ് കൊണ്ടുള്ളവയ്ക്ക് ഇരുമ്പ്, മരം കൊണ്ടുള്ളവയ്ക്ക് മരം, ഗോമേത കല്ല്, പതിപ്പാനുള്ള കല്ല്, കചുത പ്രവർത്തിക്കുള്ള കല്ല്, നാനാവർണ്ണമുള്ള കല്ല്, വിലയേറിയ സകലവിധ രത്നവും അനവധി വെള്ളക്കല്ലും ശേഖരിച്ച് വച്ചിരിക്കുന്നു. എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തോട് എനിക്കുള്ള പക്ഷം നിമിത്തം വിശുദ്ധ മന്ദിരത്തിന് വേണ്ടി ഞാൻ ശേഖരിച്ചത് കൂടാതെ എൻ്റെ സ്വന്തം ഭണ്ഡാരത്തിലെ ദൈവനാമത്തിന് വേണ്ടി കുറച്ച് വേർതിരിച്ചിട്ടായിരുന്നു കുറേ കാര്യങ്ങൾ, അത് ലിസ്റ്റ് ഇനി വായിപ്പിക്കുന്നില്ല. ഇത് കൂടാതെ എൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൊന്ന് വെള്ളി ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിനായി കൊടുത്തിരിക്കുന്നു. ആലയ ഭിത്തികളെ പൊന്നുകൊണ്ട് വേണ്ടതും പൊന്നുകൊണ്ടും വെള്ളി കൊണ്ട് വേണ്ടത് വെള്ളി കൊണ്ടും പൊതിയുവാനും ബാക്കി വീട്ടിൽ പോയി വായിച്ചാൽ മതി, ഒത്തിരി ഉണ്ട്. ഓക്കെ, ഇതെല്ലാം കൊണ്ട് ദൈവത്തിന് കൊടുക്കുക. ദൈവത്തിന് കൊടുത്തിട്ട് താൻ പറയുന്ന ഒരു പദമുണ്ട്. അമ്മേ, 14-ാമത്തെ വാക്യം, ഞങ്ങൾ ഇങ്ങനെ ഇത്ര മനഃപൂർവമായി ദാനം ചെയ്യേണ്ടതിന് പ്രാർത്ഥരാകാൻ ഞാൻ ആർ? എൻ്റെ ജനവും എന്തുള്ളൂ? സകലവും നിങ്കിൽ നിന്നല്ലോ വരുന്നത്. നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേ. എൻ്റെ കൂടി ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കും. ഇതെന്തിനു വേണ്ടിയാ ഇത്രയും, നമ്മുടെ ഇന്നത്തെ ഭാഷയെ പറയാം, ഇത്രയും ഫണ്ട് ദാവീദ് ശേഖരിച്ചു വെച്ച് എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ?
ആലയത്തിൻ്റെ ഏതാലയത്തിന്? നീ പണിയല്ലെന്ന് പറഞ്ഞ, നീ പണിയരുതെന്ന് ദൈവം പറഞ്ഞ ആലയം. ആമേൻ. നിനക്കത് പണിയാനുള്ള യോഗ്യതയില്ല. നിന്റെ കരത്തിൽ രക്തമുണ്ട്, അതുകൊണ്ട് നിന്റെ മകൻ്റെ ശലോമോന്റെ കാലത്ത് അവൻ പണിതുകൊള്ളും, നീ അതിനകത്ത് പണിയാൻ പാടില്ല എന്ന് ദൈവം ദൂത് പറഞ്ഞൊരു വിഷയം. നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല. നമ്മുടെ ആയുസത്തെ തീരുന്ന മുമ്പ് ഒന്ന് കാണാനുള്ള യോഗം ദാവീദിന് കിട്ടില്ല. ദാവീദ് ഇന്നും നമ്മളെല്ലാം പ്രസംഗിയും പറയുന്നത് ശലോമോൻ്റെ ദേവാലയം എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഹല്ലേലൂയ. ദാവീദിനൊരു പേരും കിട്ടത്തില്ല അതിനകത്ത്. പക്ഷെ ദാവീദ് പറയാ, എനിക്കുള്ളത് മുഴുവനും ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുത്തു. ഹല്ലേലൂയ. ഞാൻ അതാത് സമയങ്ങളിൽ നേർന്ന് ദൈവത്തിന് വേണ്ടി മാറ്റിയിട്ടിരുന്നു. ഇത് കൂടാതെ എൻ്റെ സ്വന്തം ഭണ്ഡാരത്തിൽ നിന്ന് എനിക്ക് വേണ്ടി ഞാൻ കരുതി വെച്ച ആ കരുതലുകളിൽ നിന്നും ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുത്തു. ദൈവത്തെ ആലയത്തിന് വേണ്ടി കൊടുത്തു. ആർക്ക് വേണ്ടി? താൻ കണ്ണടച്ച് കഴിയുമ്പോൾ ആരോ പണിയുന്ന ഒരു ആലയത്തിനു വേണ്ടി തനിക്കുള്ളത് മുഴുവൻ വിട്ടുകൊടുത്തു. ആരും സ്വതന്ത്രം പറയുന്നില്ല. ആമേൻ. പക്ഷെ ആ ദാവീദിനെ കുറിച്ച് വചനം എഴുതുക, അവൻ മരിച്ചപ്പോൾ അവൻ ആയുസ്സും മാനവും ധനവും തികഞ്ഞവനായി മരിച്ചു. ഹല്ലേലൂയ. ഇന്നു പകൽ നീ എന്തിനെ സ്നേഹിക്കുന്നുവോ അത് നിന്നെ വിട്ടുകളയേണ്ടി വരും. എന്നാൽ എന്തിനെ കളയാൻ മനസ്സ് വെക്കുന്നോ ആ മേഖലയ്ക്കകത്ത് ദൈവം നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കുക. ഇന്നു പകൽ ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടി നിന്നെ അനുഭവിക്കാൻ തയ്യാറാണോ? നിന്നെ ദൈവം മാനിക്കും. എന്നാൽ മാന്യതയ്ക്ക് വേണ്ടി ദൈവത്തെ സ്നേഹിച്ചാൽ പലപ്പോഴും നാം നിന്ദിക്കപ്പെടേണ്ടി വരാം. ഹല്ലേലൂയ. ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്നതിന് വേണ്ടി നിന്നെ അനുഭവിക്കാൻ, പരികൾ അനുഭവിക്കാൻ, ദുഷികൾ അനുഭവിക്കാൻ ദൈവത്തിന് നീ തയ്യാറായാൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ജീവനെ നീ സ്നേഹിച്ചാൽ അത് കളയേണ്ടി വരും. എന്നാൽ അത് കളയാൻ വിട്ടുകൊടുത്തേ അതിനെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ തിരിച്ചറിയുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ ഹല്ലേലൂയ, ദൈവത്തിനായി എൻ്റെ ജീവിതത്തെ ഒന്ന് ഫ്രീ ആയി വിട്ടുകൊടുക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽ കുഞ്ഞുങ്ങളോടുകൂടെ ഞാൻ ദൂതായി പറയുന്നു, നിങ്ങൾ എന്ത് നേടണമെന്നുള്ള സ്വപ്നത്തോടാ ജീവിക്കുന്നത്. അതിനെ നിങ്ങൾ ഭൗതിക മേഖലകളെ, സാമ്പത്തിക നേട്ടങ്ങളെ, പദവികളെ ഹല്ലേലൂയ സ്നേഹിച്ചാണ് യാത്ര ചെയ്യുന്നെങ്കിൽ പലപ്പോഴും അത് നഷ്ടപ്പെടേണ്ടി വരാം. എന്നാൽ അതിനെ കളഞ്ഞിട്ട് അതിനേക്കാൾ വലുത് യേശുവാണെന്നുള്ള ഒരു ബോധ്യത്തോടെ ഇന്ന് പകൽ യാത്ര ചെയ്ത നിന്റെ ആയുസ് തികഞ്ഞ് ധനവും മാനവും തികഞ്ഞ് ഇന്ന് പകൽ ഹല്ലേലൂയ ജീവനത്തിന് പൂർത്തീകരണം തരുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്ന ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യുക. അങ്ങനെങ്കിൽ ഇന്ന് പകൽ ചിലത് നിന്റെ അകത്ത് കയറണമെങ്കിൽ കളയാനുള്ളൊരു മനസ്സ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്റ്റാറ്റസ് നോക്കാതെ സുവിശേഷം പറയാൻ എത്ര പേര് ഇന്ന് പകൽ തയ്യാറുണ്ട്? സ്റ്റാറ്റസ് നോക്കാതെ ഈ എളമ്പൽ ജംഗ്ഷനിൽ ചെന്ന് നിന്ന് യേശു വലിയവനാണെന്ന് പറയാൻ തയ്യാറുള്ള എത്ര പേരുണ്ട്? നീ എന്തിനെ യേശുവിന് വേണ്ടി കളയുന്നുവോ അതിനെ കർത്താവ് സമൃദ്ധിയായി നിനക്ക് തരുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ ചിലതിനെ കർത്താവിന് വേണ്ടി കളയാൻ, കർത്താവിന് വേണ്ടി കളയാൻ ഈ വചനം നമ്മളോട് പറയുന്നു. ഹല്ലേലൂയ. വാക്കുകൾ ചുരുക്കുക. ആമേൻ. ജീവനെ നേടാൻ ജീവനെ കളയണം. ഹല്ലേലൂയ. ഇന്ന് പകൽ ഒന്നുമല്ലാതായിത്തീരാൻ നമ്മൾ വായിച്ച വചനം പോലെ സംഘത്തിന് തന്നെ പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക്, മനസ്സ് തകർന്നവരെ. ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് വിട്ടുകൊടുക്കാവോ? ഞാൻ ചിലതിനെയൊക്കെ വല്ലാതെ ഹോൾഡ് ചെയ്ത് പിടിച്ചേക്കുക. പക്ഷെ ഒത്തിരി അങ്ങ് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ അതെല്ലാം കൈമോശം വരും. എന്നാൽ ഇന്ന് പോലെ നിൻ്റെ കയ്യിലേക്ക് തരിക.
നീ അതിനെ ഒന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ശാന്തന, നിങ്ങൾ എന്നോട് പണങ്ങല്ലേ. ആമേൻ. നിങ്ങൾ തലമുറയെ ഒത്തിരി അങ്ങ് സ്നേഹിച്ചാൽ, ആമേൻ ഹല്ലേലൂയ, തലമുറകൾക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ പലപ്പോഴും അവർ നിമിത്തം ദുഃഖം അനുഭവിക്കുക. എന്നാൽ ദൈവത്തിന് വേണ്ടി നിങ്ങൾ ജീവിച്ചേ. നിന്നോടുള്ള വാഗ്ദാനം, നീതിമാന്റെ സന്തതി അപ്പം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആമേൻ. നിങ്ങൾ പൊസിഷന് വേണ്ടി ജീവിച്ചാൽ, ഭൗതികതയ്ക്ക് വേണ്ടി ജീവിച്ചാൽ അതെല്ലാം കളയേണ്ട ഒരു ദിവസമുണ്ട്. എന്നാൽ ഇന്ന് പകൽ ദൈവത്തിന് വേണ്ടി ജീവിച്ചാൽ, അവൻ നിന്നെ സംരക്ഷിച്ചാൽ, അവൻ നിന്നെ പരിപാലിച്ചാൽ, നിന്നെ തൊടാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. വിശ്വസിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. ദാവീദ് ആയുസ്സും ധനവും മാനവും തികഞ്ഞവനായി, നന്നായി വയസ്സ് ചെന്നവനായി. എനിക്ക് ആ പദം ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. 10-17 വയസ്സുള്ളപ്പോൾ, ഹല്ലേലൂയ, അല്ലെങ്കിൽ 10-18 വയസ്സുള്ളപ്പോൾ ആമേൻ കാട്ടിലെ സിംഹം തൊട്ട്, ഹല്ലേലൂയ, വൃദ്ധനായപ്പോൾ സ്വന്തം മകൻ വരെയുള്ളവർ ആയുസിനെ എടുക്കാൻ വന്നതാ. പക്ഷേ ഹല്ലേലൂയ, ആയുസിനേക്കാൾ ദൈവത്തിൻ്റെ പ്രമാണത്തെ സ്നേഹിച്ചപ്പോൾ, ദൈവത്തിൻ്റെ പദ്ധതികളെ സ്നേഹിച്ചപ്പോൾ, ഹല്ലേലൂയ, അവൻ എന്തിനെ എണ്ണാതിരുന്നുവോ അതിന് ദൈവം സമൃദ്ധിയായി അവന്റെ ജീവിതത്തിൽ കൊടുത്തു. ഞാൻ 1, 2, 3, 4 മാത്രം പറഞ്ഞു, ബാക്കി ഭാഗത്തേക്ക് പോകുന്നില്ല, സമയം പോയി. സ്റ്റാറ്റസ്, അവൻ മാനം തികഞ്ഞു. ഹല്ലേലൂയ. ഒരു ദൈവത്തിൻ്റെ പെട്ടകം കണ്ടപ്പോൾ, ആമേൻ ഹല്ലേലൂയ, രാജാവാണെന്ന് ഓർക്കാതെ രക്ഷിച്ച ദൈവത്തെ സമൂഹത്തിൻ്റെ മധ്യത്തിൽ ഉയർത്താൻ തയ്യാറായപ്പോൾ, ഹല്ലേലൂയ, ഇന്ന് പകൽ ദൈവത്തിലെ കർത്താവിന് വേണ്ടി ചിലതായിത്തീരാൻ, ആമേൻ, നമ്മുടെ കുടുംബമോ, നമ്മുടെ കുടുംബത്തിൻ്റെ പേരോ, നമ്മുടെ സ്റ്റാറ്റസോ, നമ്മുടെ ഇന്നലകളിലെ പൊസിഷൻസോ ആമേൻ നമ്മളെ തടയുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പകൽ ഓർത്തുകൊള്ളുക, നമ്മൾ അധികമായി എന്തിനെ സ്നേഹിച്ചാലും അതെല്ലാം കളയേണ്ടി വരും. ഇളമ്പൽ ദേശത്ത് കർത്താവിന് വേണ്ടി ജീവിക്കുക, കർത്താവിനെ സ്നേഹിക്കുക, കർത്താവിൻ്റെ സാക്ഷികളായി മാറാ, കർത്താവിനെ വെളിപ്പെടുത്താൻ തെരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ കൂട്ടുവിശ്വാസികളെ, ഇന്ന് പകൽ എത്ര പേർ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കപ്പെടുന്നു. എന്നിലൂടെ എൻ്റെ യേശു ഉയരട്ടെ, എന്നിലൂടെ എൻ്റെ യേശുവിൻ്റെ നാമം ഉയരട്ടെ, എന്നിലൂടെ എൻ്റെ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടട്ടെ. എല്ലാ കണ്ണുകളും അടച്ചാട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം ഇന്ന് കേട്ട വാചന ഒരുപക്ഷെ നിങ്ങൾക്ക് ഹല്ലേലൂയ എല്ലാം ഒന്നും ആമേ അനുഗ്രഹമായി തോന്നിയെന്ന് വരികയില്ല. പക്ഷെ ഒരു വാക്ക് ആമേൻ, തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നത് എന്ത് നേടാൻ വേണ്ടിയാ കർത്താവിനെ 2ാം സ്ഥാനത്തേക്ക് മാറ്റുന്നേ? എല്ലാ കണ്ണും അടച്ചേ. എന്തിനു വേണ്ടിയാ നിങ്ങൾ ദൈവമായുള്ള ബന്ധത്തെ 2ാം സ്ഥാനത്തേക്ക് മാറ്റുന്നേ? ശമാനം. കുഞ്ഞുങ്ങൾ ഒരു വാക്ക് എല്ലാവരും പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടിയാ ആ കർത്താവുമായുള്ള ബന്ധത്തെ സെക്കൻഡറിയായി മാറുന്നേ? ഏത് മേഖലയ്ക്കാ? എന്ത് നേടാൻ വേണ്ടിയാ? പലപ്പോഴും കൂട്ടായ്മയ്ക്ക് വരാൻ പറ്റുന്നില്ല, പലപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്താൻ പറ്റുന്നില്ല, പലപ്പോഴും വചനം വായിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല, പലപ്പോഴും ആ പ്രബോധനങ്ങൾ ഉൾക്കൊള്ളാനോ ഒന്ന് ധ്യാനിക്കാനോ അവൻ ചെയ്ത ഉപകാരങ്ങളെ ഓർത്തൊന്ന് കണ്ണുനീരോട് സ്തോത്രം പറയാനോ നമുക്ക് പറ്റുന്നില്ല. നമ്മൾ എന്തൊക്കെയോ നേടുമെന്നുള്ള ചിന്തയിൽ ഓടുകയാ. കർത്താവ് പറഞ്ഞൊരു ദൂത് ഞാൻ പറയാ, നിങ്ങൾ നേടാൻ ശ്രമിക്കുന്നത് നിങ്ങൾ കളയും, എന്നാൽ നിങ്ങൾ കളയാൻ ശ്രമിക്കുന്നത് കർത്താവ് നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. ദാവീദിന് മുന്നോട്ട് പോകണമെങ്കിൽ, ദാവീദ് രാജാവാകണമെങ്കിൽ, അവൻ്റെ ജീവിതത്തിൽ സ്വസ്ഥത വേണമെങ്കിൽ, അവൻ്റെ ജീവിതത്തിൽ സമാധാനം വേണമെങ്കിൽ, ഒരു കൈ അകലെ ദൂരെ കിടക്കുന്ന ശൗലിനെ അവന് കൊന്നാ മതി. ഹല്ലേലൂയ. തൻ്റെ എല്ലാ പ്രശ്നവും മാറും.
പക്ഷെ ദാവീദ് പറയാ, ഇല്ല, വേണ്ട 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 വേണ്ട. ഹല്ലേലൂയ ഹല്ലേലൂയ. റമാന ഹസ്തന റിഖോദുനി ശാന്തന. ഒരിക്കൽ കൂടെ ചോദിക്കുക മക്കളെ, എന്തിനു വേണ്ടിയാ? എന്ത് നേടാൻ വേണ്ടിയാ? പലപ്പോഴും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ 2ാം സ്ഥാനത്തേക്ക് പോകുന്നേ. അത് പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലായിരിക്കാം. ജീവിതത്തിൽ അങ്ങനെ അനുഭവമാകുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ, ഒറ്റ ഒരാളെങ്കിലും ഈ ആലയത്തിലുണ്ടെങ്കിൽ, അവരോട് ചോദിച്ച്, ഞാൻ എന്തിനു വേണ്ടിയാ കർത്താവിനെ പലപ്പോഴും 2ാം സ്ഥാനത്തേക്ക് മാറ്റുന്നത്? എന്ത് നേടാനാ? അങ്ങനെ നേടാൻ ശ്രമിക്കുന്നതെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നത് കാണേണ്ടി വരും. എന്നാൽ ഇന്ന് പകൽ ഞാൻ കർത്താവിനെ നേടിയാൽ, അവൻ എൻ്റെ ജീവിതത്തെ അനുഗ്രഹിച്ചാൽ, ആരെല്ലാം എനിക്ക് നേരെ എത്ര പ്രതിസന്ധികൾ ഉയർത്തിയാൽ, ദാവീദിന്റെ വാക്കിൽ കടമെടുത്ത് പറയാ, ഹല്ലേലൂയ, ഇവിടം വരെ കൊണ്ടുവരുവാ, ഇത്രത്തോളം എന്നെ മാനിക്കാൻ ഞാൻ എന്തുള്ളൂ എന്ന് പറയുമാ. തന്നെ ശപിച്ച ശിമെയെ രാജാവെന്ന നിലയിൽ തനിക്ക് ഇല്ലാതാക്കാം. പക്ഷെ ഇന്ന് പകൽ അവൻ പറയുന്ന ദൂത്, ദൈവം അവനോട് പറഞ്ഞിട്ടാ അവനെന്നെ നിന്ദിക്കുന്നില്ലേ, അവൻ എന്നെ പരിഹസിക്കുന്നില്ല, അവൻ എന്നെ കുറ്റം പറയുന്നില്ലേ, അവൻ എന്നെ കളിയാക്കുന്നില്ലേ. ദൈവം അനുവദിച്ചിട്ടല്ലാതെ അവൻ എന്നോട് പറയാൻ പറ്റുമോ? ഇന്ന് പകൽ ഹല്ലേലൂയ, നിനക്ക് നേരെ ചിലർ പറയുന്നുണ്ടാകാം, ഹല്ലേലൂയ, പക്ഷെ തമ്പുരാൻ അത് കേൾക്കുന്നുണ്ടെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ, ഹല്ലേലൂയ. ദാവീദ് പറയാ, ഇത് ഞാൻ അല്ല അതിന് മറുപടി കൊടുക്കുന്ന, എന്നെ നിന്ദിക്കുന്ന നിന്ന കേൾക്കുന്നൊരു ദൈവമുണ്ട്, എന്നെ കുറ്റം വിധിക്കുന്ന വിധികളെ കേൾക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ എന്ത് നേടാൻ വേണ്ടിയാ? എന്ത് നേടാൻ വേണ്ടിയാ എന്ന് പേര് കർത്താവേ, ലോകത്തിൽ മറ്റെല്ലാം കൈവിട്ടു പോയാലും എനിക്ക് എൻ്റെ കർത്താവുമായുള്ള ബന്ധം കൈവിട്ടു പോകല്ലേ. ഞാൻ വരുന്നു ക്രൂശിങ്കൽ സാധുഷീലൻ കുരുട് സർവ്വവും പൂർണ്ണരക്ഷ കാണുന്നു ഞാൻ ശരണം എൻ കർത്താവ് വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ താഴ്മയാ കുമ്പിടും രക്ഷിക്ക എന്നെ ഇപ്പോൾ താഴ്മ കുമ്പിടുന്നു രക്ഷിക്ക എന്നെ ഇപ്പോൾ മുറ്റും ഞാൻ താരുന്നീരാ ഭൂമിക്ഷേഭമുഴുവ ദേഹാന്തേ ഹി സമസ്ത എന്നേക്കും നിന്റെ ഞാൻ ദേഹാന്തേ ഹി സമസ്ത. ചേർന്ന് പറയാമോ? എന്നേക്കും നിന്റെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. എന്തിനു വേണ്ടിയാണ്? എന്ത് നേടാൻ വേണ്ടിയാണ് പ്രാർത്ഥനയ്ക്ക് പോലും സമയം കണ്ടെത്താൻ കഴിയാതെ, വചനധ്യാനത്തിന് വേണ്ടി ഒരു 10 മിനിറ്റ് മാറ്റിവെക്കാൻ കഴിയാതെ, ദൈവത്തെ ആരാധിക്കാൻ സമയം കണ്ടെത്താൻ കഴിയാതെ, ദൈവനാമത്തെ ഉയർത്താൻ
ദൈവനാമത്തെ സുവിശേഷീകരിക്കാൻ എനിക്ക് കഴിയാതെ ഞാൻ എന്ത് നേടാനാണ് ഓടുന്നത്? ആമേൻ. ഇന്ന് പകൽ സ്വാർത്ഥപരമായി നമ്മൾ നേടാൻ ശ്രമിക്കുന്നതെല്ലാം നമ്മെ വിട്ടുപോകും. അതെല്ലാത്തിനും ഒരു പരിധിയുണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞത്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തന്നെ നിലത്ത് വീണ് ഒന്നുമല്ലാതായി മാറുമ്പോൾ നിൻ്റെ ആ പുറം ഷേപ്പൊക്കെ പോവും, നീ പൊടിഞ്ഞു മാറും. ഹല്ലേലൂയ. പക്ഷെ അത് നിൻ്റെ അവസാനമല്ല, അതിനകത്തുനിന്നൊരു വിത്ത് പുറത്തു വരിക. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ എന്ത് നേടാൻ ആഗ്രഹിക്കുന്നു? ഈ വചനചിന്തയുടെ മുമ്പിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കുന്നു. അവരവരെ ഒന്ന് ശോധന ചെയ്യാൻ അവസരം. ഞാൻ എന്ത് നേടാനാ ഓടുന്നേ? ഹല്ലേലൂയ. ഇന്ന് പകൽ അപ്പോസ്തലനെ പോലെ ഞങ്ങൾ പറയുന്നു, ക്രിസ്തുവിനെ നേടേണ്ടതിന് എല്ലാം ചപ്പും ചവറുമായി എണ്ണുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിനെ നേടേണ്ടതിന് ഹല്ലേലൂയ എല്ലാം ഛേദമെന്നെണ്ണുന്നു. ഇന്ന് പകൽ കർത്താവേ, എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ ഓടുന്നൊരു വലിയ ചിന്ത ഞങ്ങൾക്കകത്ത് തരണമേ. ഞങ്ങളുടെ ആത്മീയതയുടെ ലക്ഷ്യം എന്താണെന്ന്, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്താണെന്നൊരു ബോധം ഞങ്ങൾക്ക് തരണമേ അപ്പ. അതൊരിക്കലും കർത്താവേ നശിച്ചു പോകുന്ന ലോകത്തിൻ്റെ ശ്രേഷ്ഠതകൾക്ക് വേണ്ടിയല്ല, നിത്യപരമായ ദൈവ പദ്ധതിക്കായി നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതത്തിനായി ഇന്ന് പകൽ ഞങ്ങളുടെ ജീവിതത്തെ വിട്ടുതരുന്ന കർത്താവേ. അപ്പം മാനുഷികമായി ഞങ്ങൾ നേടാൻ ശ്രമിക്കുന്നൊക്കെ ഞങ്ങളെ വിട്ടുപോകും. ദൈവം ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ദാവീദിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു. അവൻ നന്നായി വയസ്സ് ചെന്ന് ആയുസ്സും ധനവും മാനവും തികഞ്ഞവനായി പ്രാണനെ വിട്ടു. കർത്താവ്, ലോകത്തിലെ സാഹചര്യങ്ങൾക്ക് നേടിത്തരാൻ കഴിയാത്ത പലതും ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം. മനുഷ്യർക്ക് അസാധ്യമായ ചിലത് ദൈവത്താൽ സാധ്യമായി തീരാൻ പോകുന്നതിനായി സ്തോത്രം. ഇന്ന് പകൽ ഈ വചനം കേട്ട ചിലരുടെ ജീവിതത്തിൽ കർത്താവേ, ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട്, അവൻ വചനത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട്, ദൈവിക വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് നഷ്ടമായി പോയ ചിലത് ദൈവം മടക്കി കൊടുത്ത് ആദരിക്കുന്ന ദൈവമാകിയ സ്തോത്രം. എൻ്റെ നാമനിമിത്തം ആരെങ്കിലും ഭൂമിയിൽ എന്തെങ്കിലും കളഞ്ഞാൽ 100 മടങ്ങ് ഞാൻ അവന് പ്രതിഫലം കൊടുക്കും. ആ വചനം ചൊല്ലി ജനത്തെ പിതൃപുത്ര പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ വചനപ്രകാരം അനുഗ്രഹിക്കുന്ന കർത്താവ് കൂടിയിരിക്കും, ശക്തീകരിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ സന്തോഷത്തോടെ കർത്താവിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവികമായതിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഓടാൻ കർത്താവ് സഹായിക്കട്ടെ. എന്നാൽ പലപ്പോഴും ദൈവത്തെ മറന്ന് നമ്മൾ നേടാൻ ശ്രമിക്കുന്നതൊക്കെ നമ്മെ വിട്ട് പോകേണ്ടി വരും, അതൊക്കെ കളയേണ്ടി വരും. എന്നാൽ ഈ ലോകത്തിലെ ചിലത് കർത്താവിന് വേണ്ടി കളയാൻ നമ്മൾ തീരുമാനിച്ചാൽ, ചപ്പും ചവറുമായി എണ്ണാൻ നമ്മൾ തീരുമാനിച്ചാൽ, എന്നാൽ നീതിയോടെ നമ്മെ അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്. ദൈവത്താലുള്ള ആ അനുഗ്രഹങ്ങൾക്കായി നമ്മെ സമർപ്പിക്കാം. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹവും ആശ്വാസവുമായി തീരുമാറാകട്ടെ.